ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ബേക്കറികളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇറ്റാലിയൻ ഡോണട്ട്. ഡോണട്ടിൻ്റെ അതേ രൂപമാണ്, എന്നാൽ ഷേപ്പ് ഒന്ന് റൗണ്ട് ഷേപ്പായിട്ടാണ് ഉണ്ടാവുക. ബോംബോലിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഇളം ചൂടുള്ള പാലും 2 ടീസ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1 മുട്ടയും 50 ഗ്രാം ബട്ടറും 3 കപ്പ് മൈദയും ചേർത്ത് കുഴച്ചെടുക്കാം. ആദ്യം 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി മൈദ വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പിലും കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ടറൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്ത് 1 മണിക്കൂർ പൊങ്ങാനായി വെച്ച് കൊടുക്കണം. നല്ല ക്ലീൻ ഫിലിം വെച്ച് മൂടി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. 1 മണിക്കൂർ ആവുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചൊന്ന് മൈദ തടവി 2 ഭാഗമാക്കി എടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ പരത്തിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് റൗണ്ട് കട്ടർ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് പരത്താൻ പാടില്ല, കുറച്ച് തടിയുള്ള പോലെ തന്നെ പരത്തിയെടുക്കണം. കുറച്ച് കട്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കുറച്ച് തടിയുള്ള ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇത് ഒരു തോർത്ത് വെച്ച് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി പൊങ്ങി വരും. എണ്ണ നന്നായി ചൂടായി കിട്ടിയതിന് ശേഷം ചെറിയ സിമ്മിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. വെളിച്ചെണ്ണ പാടില്ല, ബാക്കി ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കാനേ പാടില്ല. ചെറിയ സിമ്മിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ട് ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി ഒരു 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ചത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഈ ഫ്രൈ ചെയ്തെടുത്ത ഡോണട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഉണ്ടാക്കിയ അളവനുസരിച്ച് ഒരു 18-20 ഡോണട്ട് ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി പഞ്ചസാര പൊടിച്ചതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ അളവനുസരിച്ച് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ട് തന്നെ ആയി കിട്ടും. പഞ്ചസാര പൊടിച്ചതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ബിസ്കോഫ് സ്പ്രെഡാണ്. ഇതുപോലെ കത്തി വെച്ച് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. ഇതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ ബിസ്കോഫ് സ്പ്രെഡ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിസ്കോഫ് സ്പ്രെഡ് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.